സഹസ്ര ചക്രം അത് കുഞ്ഞുനാളിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ നോക്കിയാൽ മതി. അത് ഒറ്റയ്ക്ക് കിടന്ന് ചിരിക്കുമ്പം പറയും ദൈവം വന്നതിനെ കളിപ്പിക്കുന്നത് കൊണ്ടാണ് അത് ചിരിക്കുന്നത് എന്നുള്ളത്. നമ്മുടെ ബ്രഹ്മയന്ത്രം ഉച്ചയുടെ മുകൾ ഭാഗം ലക്ഷ്മി സിറ്റ് 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 മുകൾ ഭാഗം തുറക്കുമ്പം പരിധിയില്ലാത്ത ആനന്ദം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. അനന്തനാഗസ്വാമി സാധനയിൽ വന്നവർക്കറിയാം, അവർ പരിധിയില്ലാതെ പൊട്ടിച്ചിരിക്കുന്നത് അതൊരു ഊർജത്തിലാണ്. നോക്കൂ, ആത്മീയ പാതയിൽ സഞ്ചരിക്കുന്നവർ അവർ എല്ലാത്തിനുമായി ഭൗതിക ലോകമായി എല്ലാം ഡിറ്റാച്ച്മെൻറ്റ് പാലിക്കുന്നത് അവർ കേട്ടൊരു ഉപദേശം കൊണ്ടോ കർമ്മത്തെ പേടിച്ചോ ഒന്നുമല്ല. അത് പരിധിയില്ലാത്ത സഹസ്ര പത്മത്തിൻ്റെ ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ടാണ്. ആത്മീയ യാത്രയിൽ മൂലാധാര ചക്രം ഉറയ്ക്കുമ്പോൾ മാത്രമേ സഹസ്ര തുറക്കുകയുള്ളൂ. സഹസ്ര തുറക്കുമ്പോൾ മാത്രമാണ് സ്പിരിച്വാലിറ്റിയുടെ ഒരു സാധാരണ ജീവിതത്തിൽ ഒരു ടഫായിട്ട് പോകുന്ന ഒരു 2-2.5 വർഷത്തിൽ നിന്നവർ ഒരഴിവിലേക്കും ആനന്ദത്തിലേക്കും നിൽക്കുന്നു. അതുവരെ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും, കൺഫ്യൂഷൻസ് ഉണ്ടാവും, അവർക്ക് പല കാര്യങ്ങളും ഉണ്ടാവും. ഊർജ്ജം എപ്പോഴും ആത്മയിൽ മാത്രം സ്പന്ദിക്കുന്ന ഒരവസ്ഥയായതുകൊണ്ട്. എന്നാൽ സഹസ്രയിൽ എത്തുന്ന സമയത്ത് സൂര്യൻ ഉദിച്ചു നിൽക്കുകയാണോ അല്ലയോ എന്നുള്ളത് ചോദിക്കേണ്ട ആവശ്യമില്ല. സ്വന്തം അനുഭവം സ്വന്തമായിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് ഉറയ്ക്കും, സ്ഥിരപ്രജ്ഞയാവും. പിന്നെ സ്പിരിച്വാലിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഒളിച്ചോട്ടം ഒരിക്കലും സാധിക്കില്ല. അനുഭവത്തിൻ്റെ സ്ഥിതിയിൽ നിൽക്കുമ്പോൾ